കളമശ്ശേരി കൈപ്പടമുകൾ പ്രദേശത്ത് ക്രമസമാധാനം നിലനിർത്താൻ പോലീസിനെ വിന്യസിച്ചു. ഇടപ്പള്ളി സബ് രജിസ്ട്രിയിലെ 2010 1015/2010, 1016/2010 എന്നീ നമ്പർ പ്രമാണങ്ങൾ പ്രകാരം EM ഹനീഫ എന്ന ആളിന്റെ അനന്തരാവകാശികളിൽ നിന്നും 4 ഏക്കർ 89 സെന്റ് സ്ഥലം തൃശൂർ സ്വദേശികളായ PB മുഹമ്മദ് മൂസ, NM നസീർ, PM സയ്യിദ് മുഹമ്മദ് എന്നിവർ ചേർന്ന് 3,33,50,000 രൂപ കൊടുത്ത് ആധാരപ്രകാരം തീറും കൈവശവും വാങ്ങി സ്ഥലം വാങ്ങിയത്. 1991 സ്ഥലം ചെന്നൈ സിറ്റി സിവിൽ കോടതിയിൽ OS നമ്പർ 2886/1991 നമ്പർ കേസിൽ പണബാധ്യതയെ തുടർന്ന് ജപ്തി നടപടിയിൽ കിടന്നിരുന്നതാണ് സ്ഥലം. 2007 തൃശൂർ സ്വദേശികളിൽ നിന്നും അഡ്വാൻസായി കൈപ്പറ്റിയ തുക കോടതിയിൽ കെട്ടിവെച്ചാണ് സ്ഥലമുടമയായിരുന്ന EM ഹനീഫയുടെ അനന്തരാവകാശികൾ ജപ്തി നടപടികളിൽ നിന്നും സ്ഥലം ഒഴിവാക്കിയെടുത്തത്. 1998 EM ഹനീഫ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. മാർത്തോമ സഭയും ഭൂമി തർക്കവും വിശദീകരണവുമായി ലാൻഡ് ഡെവലപ്മെന്റ് മാനേജർ മജീദ് പറയുന്നത് ഇങ്ങനെ. കേസ് നിലനിൽക്കാതെയാണ് നിങ്ങൾ ഈ ഭൂമി ഹനീഫയുടെ നിന്നും വാങ്ങിക്കുന്നത്? നിലവിൽ വ്യക്തമായിട്ടുള്ളൊരു കേസില്ല. ഇത് ഞങ്ങൾ വാങ്ങിക്കുന്നത് ചെന്നൈ കോടതിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതായത് 2010 ചെന്നൈ കോടതിയിൽ നിന്ന് റിലീസാക്കിയിട്ടാണ്. ചെന്നൈ കോടതിയിൽ എത്താൻ കാരണം ആരാ കേസ് കൊടുത്തത്? ഹനീഫ കേസ് കൊടുത്തതല്ല, ആ ഭൂമി വെച്ച് ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഹനീഫ മരണ ശേഷം മക്കൾ ചെന്നൈ കോടതിയിൽ ജപ്തിയായിട്ട് ആ കോടതിയിൽ നിന്ന് ഞങ്ങൾ ആധാരം ചെയ്ത് എറണാകുളം സബ് രജിസ്ട്രി ഓഫീസ്, എടപ്പള്ളി സബ് രജിസ്ട്രി ഓഫീസിൽ നിന്ന് ഞങ്ങൾ ആധാരം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതായത് ഹനീഫ ഓൾറെഡി പണത്തിന് വേണ്ടി ബാങ്ക് മുഖേന അല്ലെങ്കിൽ വല്ല മാർവാടി മുഖേന പണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജപ്തി വരുമ്പോഴാണ് മക്കൾ അറിയുന്നത്. അതെ. അപ്പൊ നിങ്ങളെ സമീപിക്കുകയായിരുന്നു ഈ ഭൂമി ഇങ്ങനെ വിൽക്കാനുണ്ട്, പൈസ അത് ജപ്തി ഒഴിവാക്കാൻ വേണ്ടി മക്കള് നമ്മളായിട്ട് സമീപിച്ചു. അതനുസരിച്ച് നമ്മൾ പൈസ കൊടുത്തു. നിങ്ങൾ കോടതിയിൽ കെട്ടി, അങ്ങനെ അവിടുത്തെ എല്ലാ ഇടപാടും തീർത്തിട്ടാണ് നിങ്ങൾ ഭൂമി വാങ്ങിച്ചത്. അത് മുതലുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റുള്ള നമ്മുടെ ഹനീഫയുടെ മുതലുള്ളത് എല്ലാ ബാധ്യത സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പൊ ഈ മാർത്തോമ സഭക്ക് ഇത് സ്ഥലം നേരത്തെ വിറ്റിട്ടുണ്ടായിരുന്നു പറയുന്നു, പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹനീഫയുടെ മക്കളാണ്. 1 ഏക്കർ ചില്ലറ, 1 ഏക്കറും കുറച്ച് ചില്ലറയുണ്ട് മാർത്തോമാവിന് കൊടുത്തിട്ടുണ്ട്, നേരത്തെ കൊടുത്തിട്ടുണ്ട്. അത് ആധാരം ചെയ്ത് കൊടുത്തിട്ടായിട്ടുള്ളതാണ് ഞങ്ങൾക്ക് അറിവുള്ളത്. പക്ഷെ ഈ പറഞ്ഞ ഭൂമിയിൽ അത് ഈ ഭൂമിയും മാർത്തോമ സഭയായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഈ ഭൂമിയായിട്ടില്ല. ഈ 4 ഏക്കർ 89 സെന്റില് മാർത്തോമ ഭവനുമായിട്ട് യാതൊരു ബന്ധവും ഈ ഭൂമിയിലില്ല. ഇപ്പൊ ഈ മാർത്തോമ സഭ പറയുന്ന കേസ് മറ്റേ ഭൂമി വേറെ വല്ല ഭൂമിയാണ്, ഈ ഭൂമിയായിട്ടുള്ള തർക്കമാണ്. 1982 അവരെന്താ കേസ് കൊടുത്തെന്ന് പറയുന്നുണ്ടല്ലോ. 82 കേസ് കൊടുത്തേക്കുന്നത് മറ്റു ഭൂമിയായിട്ടായിരിക്കാം. ഈ ഭൂമിയായിട്ട് യാതൊരു തർക്കങ്ങളൊന്നുമില്ല. അവരൊക്കെ അവകാശവാദം ഉന്നയിച്ചേക്കുന്നതാണ് അവര്. ഈ ഭൂമി അവരുടെയാണെന്ന്. പക്ഷെ അവകാശം നമ്മുടെ കയ്യിലാണ്. ഇതിന്റെ ആധാരവും നമുക്ക് സബ് രജിസ്ട്രി ഓഫീസിൽ നിന്ന് നമുക്ക് ആധാരം ചെയ്ത് കിട്ടിയേക്കുന്നതും അതുവരെയുള്ള കരടച്ച റെസിപ്റ്റ്, അത് മുതൽ ഇതുവരെയുള്ള 2024 വരെയുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റും മൊത്തം ഉന്നാധാരവും എല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പൊ കോടതിയിൽ നിലനിൽക്കുകയാണ് കേസ് അല്ലേ? കോടതിയിൽ നിലനിൽക്കുകയാണ്. ഈ നിലനിൽക്കുന്ന 2022 ഞങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയായിരുന്നു. ആ ഇഞ്ചക്ഷൻ ഓർഡർ മാർത്തോമ സഭയ്ക്ക് അതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഇഞ്ചക്ഷൻ ഓർഡർ ആയിരുന്നു. അതിനുശേഷമാണ് മാർത്തോമ ഭവൻ അവർ മതിൽ പൊക്കി കെട്ടിയതും. അതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ ഓണർ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല, പുള്ളി പ്രവാസിയായിരുന്നു. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് കേട്ട് വന്നപ്പോഴത്തേക്കാണ് പിന്നെ അച്ഛന്മാരായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നത് ഇത് നിങ്ങൾക്ക് ഒരു സ്ഥലം ഇല്ല എന്നുള്ളതാണ് വന്നത്. അത് ശരിക്കും പറഞ്ഞ അച്ഛന്മാർ തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ 1 ഏക്കർ 4 സെന്റിന്റെയാണ് അവര് കേസിന് പോയേക്കുന്നതും എല്ലാ കേസ് അതിന്റെ കോടതി പോയേക്കുന്നത്. അവരുടെ അടുത്ത് ഒരു ഡോക്യുമെന്റും ഇല്ല. അവരുടെ അടുത്ത് ഡോക്യുമെന്റ് മുഴുവൻ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാ ഡോക്യുമെന്റും ഉണ്ട്, ഇതുപോലെ ഞങ്ങൾ പൈസ കൊടുത്താണ് ആധാരം ചെയ്ത് തന്നില്ല. ഞാൻ അവിടെ ഫാദർമാരോട് സംസാരിച്ചപ്പോ ഡോക്യുമെന്റ് എല്ലാം ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങൾ കോടതിയിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഹനീഫയുടെ മക്കളാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതുവരെ കോടതി ചോദിച്ചിട്ട് അവർക്ക് ഒരു പേപ്പറും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഈ കേസിന്റെ ഭാഗമായിട്ട് ഒന്നും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് വന്നേക്കുന്നത് അവര് എഗ്രിമെന്റ് ഹാജരാക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ എഗ്രിമെന്റ് ഏതായാലും നമ്മളുടെ വാങ്ങിച്ചിട്ടുള്ള ഒരു എഗ്രിമെന്റ്, അത് 4 ഏക്കർ 89 സെന്റുമായിട്ട് യാതൊരു ബന്ധവും വരാൻ ചാൻസ് ഇല്ല. ഇതിനു മുമ്പുള്ള 1 ഏക്കറിലാണ് അതുണ്ടാവുള്ളൂ. അപ്പൊ ഇത് ശരിക്കും തെറ്റിദ്ധാരണയാണ്. ശരിക്കും ഇവിടെ നിലവിലുള്ള അച്ഛന്മാര് പുതിയ അച്ഛന്മാരാണ്. ഇതിനു മുമ്പ് ലോനപ്പൻതെട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനുമായിട്ടായിരുന്നു ഹനീഫയുടെ ഇടപാടുകൾ മുഴുവൻ ഉണ്ടായിരുന്നത്.
അത് ഹനീഫയായിട്ട് എനിക്ക് അറിയാവുന്നിടത്തോളം വെച്ച് നോക്കിയാൽ ഹനീഫയും ആ ലോനപ്പൻ്റെ അച്ഛനും തമ്മിൽ എന്തോ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ലോനപ്പൻ്റെ അച്ഛനെ അവിടുന്ന് മടത്തിൽ നിന്ന് പുറത്താക്കുകയും അതിന് ശേഷം ഹനീഫയുടെ കയ്യിലിരുന്ന് വെച്ചാൽ ഈ വസ്തു 4 ഏക്കർ 89 സെൻറ്റാണ് ഹനീഫ ലോൺ എടുത്തത് കഴിഞ്ഞതിന് ശേഷം അത് ജപ്തിയായി. ഹനീഫ മരിച്ചു. അതിനുശേഷം മക്കൾ 6-7 മക്കൾ കൂടിയാണ് ഈ ആൾക്ക് മുഹമ്മദ് മൂസക്ക് നിലവിൽ ആധാരം ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ ഭൂമി വേണം ഇപ്പൊ ഒരു തർക്കം പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമി വേണം ഇപ്പൊ തർക്കം പറഞ്ഞേക്കുന്നത്. പിന്നെ അവിടെ താഴത്തെ ഒരു മഠമുണ്ട്. അവിടുത്തെ മഠം അത് സിസ്റ്റേഴ്സിന്റെ മഠമാണ്. അതും ഈ ഭൂമിയായിട്ട് യാതൊരു ബന്ധവും. അവരെ വഴി തടസ്സം ചെയ്യുന്നു. അവരുടെ വഴിയൊന്നും നമ്മൾ തടസ്സം ചെയ്തിട്ടില്ല. വെള്ളം തടസ്സം ചെയ്തിട്ടില്ല. അവരെ വിളക്ക് തടസ്സം ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അവർക്കുള്ള വഴി നിലവിലിപ്പോൾ ഉള്ള ഗേറ്റ് ഇപ്പം അവർ ഉന്നയിക്കുന്ന സ്ഥലത്ത് കൂടി തന്നെ അവർക്ക് ഏകദേശം പോകാനുള്ള വഴിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ട് അവരുടെ മതിലോ അവരുമായിട്ട് യാതൊരു ബന്ധവും അവർക്ക് യാതൊരു ഉപദ്രവവും ഇതുവരെ ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ല. അവരെ സെപ്പറേറ്റ് ഒരു കോമ്പൗണ്ട് ഹാൾ ചുറ്റിയിട്ട് അതിനകത്തുള്ള മതിലും അതിനകത്ത് ഗേറ്റും ഉണ്ട് അവർക്ക്. അവരുമായിട്ട് യാതൊരു വിധത്തിലും നമ്മൾ പുരോഹിതന്മാരെയോ അമ്മമാരെയോ നമ്മൾ യാതൊരു വിധത്തിലുള്ള അനാവശ്യങ്ങൾ പറയുകയോ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കണം. എല്ലാ മീഡിയകൾ വരുമ്പോഴും നമ്മളോടൊന്നും ചോദിക്കാതെ അവരുടെ മാത്രം ഭാഗം എടുത്തിട്ടാണ് എല്ലാ മീഡിയകളും തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 കൈ അടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂ, 1 കൈ അടിച്ചാൽ ഒച്ച ഉണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ നയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം ഞങ്ങളും പോകാൻ നിന്നാൽ ആ സഭയ്ക്ക് നല്ലൊരു പേരുദോഷം വരും. അതുകൊണ്ടാണ് ഞങ്ങൾ സഭയെ കുറിച്ച് ഇതുവരെ ഞങ്ങൾ അനാവശ്യങ്ങൾ നാട്ടിലെ സമാധാനം നിലനിർത്തണം. ഞങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ കെയർ ഓഫിൽ വന്നേക്കുന്നത് കാസ മുതൽ ഉള്ള എല്ലാ തീവ്രവാദ സംഘടനകളും ശരിക്കും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും അതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഇതുവരെ പോയിട്ടില്ല. നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് നമ്മളുടെ ഭൂമി മാത്രം മതി. നമ്മളുടെ അവകാശപ്പെട്ട ഭൂമിയെ നമുക്ക് ആവശ്യമുള്ളൂ. അവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ കയ്യിലുണ്ട്. പിന്നെ അതിന് മുകളിൽ ഉന്നയിക്കുന്നതെല്ലാം തീവ്രവാദമായിട്ട് ചിന്തിച്ച് പല വിധത്തിലും പല ആളുകളും ഇതിനകത്ത് ഒന്നും കൈപ്പടമോള് ശാന്തമായി കിടക്കുന്ന ഈ കൈപ്പടമോള് ഭാഗം കത്തിക്കാനുള്ളൊരു ചിന്ത വരെ ആസൂത്രണം ചെയ്തുകൊണ്ട് പല രാഷ്ട്രീയക്കാരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും മീഡിയക്കാരാണെങ്കിലും ഞങ്ങളോട് നിങ്ങളുടെ ഭാഗം എന്താണെന്ന് ഇതുവരെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഇത് ചോദിച്ചു പോയേക്കുന്ന അവർ പബ്ലിസിറ്റി ചെയ്തിട്ടില്ല, ഇതുപോലെ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെങ്കിലും 95 ചാനലിലെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തുവിടാൻ ഞങ്ങൾക്ക് വളരെ അതിയായ ആഗ്രഹമുണ്ട്. 2007 അഡ്വാൻസായി കൊടുത്ത പണം ഉപയോഗിച്ച് സ്ഥലം ജപ്തിധാരണ രഹിതമാക്കിയെടുത്തെങ്കിലും അവകാശികളെല്ലാവരും എത്തി സ്ഥലവില പൂർണ്ണമായും കൊടുത്തതിനു ശേഷമാണ് സ്ഥലം 2010 നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത് വാങ്ങിയത്. നല്ലൊരു അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു പ്രദേശമാണ് കൈപ്പടമോള് പ്രദേശം. അവിടെ ഒരു ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പോലീസിന് നിർത്തിയത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള യൂട്യൂബർ ചാനലുമാരും പുറത്തുനിന്നുള്ള പ്രദേശവാസികളല്ലാത്ത രാഷ്ട്രീയക്കാരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നേക്കുന്നവർ ഇവിടെ ഒരു ഇവിടെ നിലനിന്ന് പോകുന്ന അന്തരീക്ഷം നിലനിർത്താതെ അതൊരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്രമസമാധാനം നിലനിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് പോലീസ് കാവലിൽ നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പോലീസിനോട് നിയമിച്ചത്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി വിദേശത്തായിരുന്ന ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ അയൽവസ്തു ഉടമയായിരുന്ന മാർത്തോമ ഭവനം എന്ന സ്ഥാപനം 2020 കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കടക്കുവാൻ ശ്രമിച്ചതായ വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എറണാകുളം 2-ാം നമ്പർ മുനിസിപ്പൽ കോടതിയിൽ മാർത്തോമ ഭവനം എന്ന സ്ഥാപനത്തിനെതിരെ 1069/2022 നമ്പറായി അന്യായം ഫയൽ ചെയ്യുകയും ചെയ്തു. സ്ഥലം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുന്നോടിയായി പണിക്കാർക്കും സൂപ്പർവൈസർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും താമസിക്കുന്നതിനായി സ്ഥലത്ത് നിലവിലുണ്ടായിരുന്ന ജീർണിച്ച ഷെഡ് പൊളിച്ചു നീക്കി 3 ചെറിയ വീടുകൾ നിർമ്മിക്കുകയും സ്ഥലത്തിന്റെ സംരക്ഷണത്തിനായി സെക്യൂരിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഒറ്റ രാത്രി കൊണ്ട് 3 വീട് നിർമ്മിച്ചു എന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത്. സ്ഥലത്ത് കിടന്നിരുന്ന ചപ്പുചവറുകളും പാഴ്ചെടികളും മറ്റും നീക്കം ചെയ്യുന്നതിന് പറമ്പ് പൂർണ്ണമായും വൃത്തിയാക്കുന്നതിനും കൊണ്ടുവന്ന JCBയും 4ഓളം വരുന്ന പണിക്കാരെയും നിലവിൽ അറസ്റ്റ് ചെയ്ത് JCB ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു. ഈ വിഷയത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സിവിൽ കോടതിയിലും ഹൈക്കോടതിയിലും നടപടിയിലിരിക്കുന്ന ഈ വിഷയത്തിൽ ബാഹ്യ ഇടപെടലുകൾ നിയമവ്യവസ്ഥയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് പിന്മാറി നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുവാനും മാർത്തോമ ഭവനും അവരെ പിന്താങ്ങുന്ന രാഷ്ട്രീയ കക്ഷികളും ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്ന് ലാൻഡ് ഡെവലപ്മെന്റ് മാനേജർ മജീദ് പറഞ്ഞു. 2022 ഇഞ്ചക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാർത്തോമ ഭവന് അതിനകത്തേക്ക് കടക്കാൻ പാടില്ല എന്നും
ആ ഭൂമി ഈ 4 ഏക്കർ 89 സെന്റിൽ നടക്കാൻ പാടില്ല, ഒന്നും കടക്കാൻ പാടില്ല, അതിൽ നിന്നൊരു ഇല പോലും പറിക്കാൻ പാടില്ല എന്നുള്ള ഇഞ്ചക്ഷൻ ഓർഡറാണ് ഞങ്ങളിപ്പോൾ അവിടെ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ആ ഇഞ്ചക്ഷൻ ഓർഡറിനെതിരെ മാർത്തോമ്മ ഭവൻ കോടതിയിൽ പോകുകയും ആ ഇഞ്ചക്ഷൻ ഓർഡർ തള്ളുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ വീണ്ടും ഇഞ്ചക്ഷൻ ഓർഡർ കൊടുത്തപ്പോൾ 2024 അത് 2022 നിലനിർത്തി പോകാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ഓർഡർ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അതാണ് ഇപ്പൊ ക്ലാസ് പൊട്ടിച്ചാണ്. അത് 2022 ഇപ്പോൾ നമ്മൾ മാർത്തോമ്മ ഭവനെ അതിനകത്ത് കടക്കാൻ പാടില്ല എന്നുള്ളതിനാണ് ഇപ്പോൾ ക്ലാസ് മുട്ടിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അന്ന് നമ്മൾ അതിര് തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് 2010 ആധാരം ചെയ്യുന്ന സമയത്ത്, അതായത് അതിന് മുമ്പാണ് എഗ്രിമെന്റ് വെച്ചേക്കുന്നതും. ആ സമയത്ത് നമ്മൾ ലീഗ് ഹൗസ്, ഇപ്പം ലീഗിന് സ്ഥലം കൊടുത്തിരിക്കുന്നത്, അന്ന് കെട്ടിടം വന്നിട്ടില്ല, ലീഗിന് സ്ഥലം കൊടുത്തിരിക്കുന്ന ആ ഭാഗം മുതൽ നേരെ താഴോട്ടാണ്. അവിടെ നമ്മുടെ പോസ്റ്റ് ഇട്ടും അവിടെ കട്ടിങ് വരുത്തിയും അടയാളം വെച്ച് വെച്ചതാണ്. പോസ്റ്റ് ഇട്ട ചെപ്പ് പോസ്റ്റൊന്നും അവിടെ ഇല്ല, കട്ടിങ് മാത്രമേ ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളൂ. പിന്നെ പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞാൽ നേരെ അറ്റം വരെ ഒരു പകുതി വരെ മതിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ടുള്ള വശവും, അതിൻ്റെ താഴെയാണ് മഠം സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും താഴത്തായിട്ട്. അപ്പോൾ മടക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും നമ്മൾ യാതൊരു ബുദ്ധിമുട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ വ്യാജം അടിച്ചിറക്കിയേക്കുന്നതാണ് ഇതെല്ലാം. നമ്മളെങ്ങനെയൊക്കെ കരിവാരി തേക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ഈ വരുന്ന ആളുകളാണ് കരിവാരി തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ ഇപ്പോൾ ഉള്ള അച്ഛന്മാർക്കൊന്നും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് യഥാർത്ഥത്തിൽ അറിയില്ല എൻ്റെ സംഭവം എന്താണെന്നൊന്നും. അവരിങ്ങനെ അവരുടെ ഭൂമിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നുള്ള ആളുകളാണ് ഇത് കംപ്ലീറ്റ് ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. ഈ നാട്ടുകാരിൽ നിന്ന് യാതൊരു പ്രശ്നങ്ങളോ അവർക്കോ മാർത്തോമ്മക്കോ നമുക്കും ഇല്ല. നാട്ടുകാർക്കെല്ലാം സത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, അന്വേഷിച്ച് അറിയാൻ പറ്റില്ല അവർക്കും. പുറത്തുനിന്നുള്ള മീഡിയകളും മറ്റുള്ള ആളുകളും വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ മൊത്തം ഉണ്ടാക്കുന്നത്, രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട്. ഇതുവരെയായിട്ടുള്ള കോടതി നടപടികളൊക്കെ എന്തൊക്കെയായിരുന്നു? കോടതി നടപടി നിലവിൽ നിലനിൽക്കണ കൂട്ട് നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അടുത്ത കോടതി വരുമ്പോഴുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ പേപ്പർ കംപ്ലീറ്റ് കോടതിയിൽ ഹാജരാക്കി കൊടുത്തു. നിങ്ങളുടെ ഡോക്യുമെന്റ് എല്ലാം കോടതിയിൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ദിവസം കോടതി കൂടി അന്ന് പറഞ്ഞേക്കുന്നത് മാർത്തോമ്മക്ക് ഒരു പേപ്പർ ഹാജരാക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒരു എഗ്രിമെന്റ് പേപ്പർ എന്നാണ് അവർ പറയണത്. ആധാരമൊന്നും അവരുടെ കയ്യിലില്ല. ഇതൊരു 3 വർഷമായിട്ട് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. 3 വർഷമായിട്ട് കേസ് നിലനിൽക്കുന്നതാണ്. അവസാനം നിമിഷത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്നാണ് അവർ പറയണത്. അതിന് വേണ്ടിയിട്ട് കോടതി 30-ാം തീയതിക്കലത്തേക്ക് മാറ്റിയത്. അപ്പോൾ 30-ാം തീയതി എന്തായാലും കോടതി ഉണ്ടായില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്കാണ് മാറ്റി വെച്ചത്. നീതിന്യായ കോടതിയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും മജീദ് പറഞ്ഞു. 1982 6 ഏക്കർ ഭൂമി ഹനീഫയിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപത കീഴിലുള്ള കൈപ്പടമുകൾ മാർത്തോമ്മ സഭ വാങ്ങി. കരാർ പ്രകാരം മുഴുവൻ തുകയും കൊടുത്തെങ്കിലും ആധാരം ചെയ്തു നൽകിയില്ലെന്നാണ് മാർത്തോമ്മ സഭ അധികൃതർ പറയുന്നത്.